ഹായ് ഹലോ മാം ലൈഫ് വിത്ത് ശരണി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് വസുവിൻ്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തുണിയൊക്കെ ഒന്ന് നമ്മൾ അടുക്കി വെച്ചിട്ട് കുറച്ചധികം നാളായി. ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് പണിയൊന്നും നടക്കത്തില്ല, അകത്ത് നമുക്ക് വസുവിൻ്റെ അലമാര ഒന്ന് ഒതുക്കാമെന്ന്. അവൻ ഉറങ്ങുവാണ്, ആ സമയത്ത് വേണം നമുക്കിതൊക്കെ ചെയ്യാനും. അപ്പോൾ ഇവന് അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇവന് കുറച്ച് അധികം ടർക്കിയുണ്ട്. ഇതെല്ലാം ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് ഒക്കെ ആകുമ്പോഴത്തേന് ഇവന് പുതയ്ക്കാനും ഒക്കെ നമുക്ക് ആ ടർക്കി എടുക്കാം. അല്ലാതെ ഉപയോഗിക്കാത്തതും ആയിട്ടുള്ള കുറച്ചധികം ടർക്കിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിയും മടക്കി വെക്കാണ്ട് തുണിയെല്ലാം വലിച്ചു വരെ ഇട്ടേക്കുവാണ്. ഓരോ ആവശ്യത്തിന് എടുക്കുമ്പോൾ അതങ്ങനെ ആയിപ്പോകുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു സമയം അത് ഇങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാനിവ അത്യാവശ്യം പോകേണ്ടടുത്ത് തുണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ അലമാരി വന്നതിന് ശേഷം എന്തായാലും ഇവൻ്റെ തുണിയൊക്കെ വെക്കാൻ വലിയ ഉപകാരമാണ്. നല്ല സ്പേസ് ഉള്ള അലമാരിയാണ്, അതുകൊണ്ട് തന്നെ ഇവൻ്റെ തുണിയൊക്കെ അത്യാവശ്യം ഇതിനകത്ത് അങ്ങ് ഒതുങ്ങിയിരുന്നോളും. അങ്ങനെ ഞാൻ ടർക്കിയും ഡ്രസ്സും ഒക്കെ ഒരുവിധം ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്സ്, ചെറിയ ടവൽ അതൊക്കെ ഉണ്ടായിരുന്നു. അതും അതിനകത്ത് അവിടെയൊക്കെ നല്ല സ്പേസ് ഉള്ളത് നമുക്ക് അവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. താഴത്തെ ആ ഓറയിൽ ഞാൻ ഇവൻ്റെ പഴയ ഉടുപ്പുകൾ, പിന്നെ ഇവൻ്റെ നമ്മളെല്ലാം ക്യാരി ചെയ്യുന്ന ബാഗ്, എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. അത് അനക്കി കഴിയുമ്പോൾ എന്തായാലും അവനുണരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേതെല്ലാം ഒതുക്കി വെച്ചിട്ട് അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പാണ്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഉടുപ്പുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിനകത്തുള്ളത്. ഒക്കെ നല്ല നല്ല ഉടുപ്പുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോൾ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനതങ്ങ് മാറ്റിയൊക്കെയെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കൂടെയുള്ള അഡീഷണൽ നമുക്ക് കിട്ടിയ വീലാണ്. നമുക്ക് ഉരുട്ടി മാറ്റാനൊക്കെ പറ്റും ഈ അലമാര. അതിൻ്റെ വീലാണത്. അതും ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്, ഇത് ബാഗാണ്. നമ്മളെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇവൻ്റെ കുറച്ചധികം തുണിയൊക്കെ ആയിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കുന്ന ബാഗ്. പിന്നെ ഇവൻ്റെ കുറച്ച് കരിവള, പഴയ കരിവളകൾ, പുതിയത്, ഇവൻ്റെ നഖം വെട്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഒരു കണ്ണാടി കിട്ടി. ഇത് കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. ഞാൻ ഇടയ്ക്കിങ്ങനെ നോക്കിയപ്പോൾ ഇത് എവിടെയാണോ എന്തോ, ഇപ്പോൾ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് അവന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. അവനത് വെച്ചിടുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും അത് എടുക്കണം. പിന്നെ ഒരു വിധത്തിൽ ഞാനതൊക്കെ വെച്ച് കൊടുത്തിട്ട് അവനെ കൊണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി, പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര സെറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഇത്രയൊക്കെ തന്നെ ഇങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്ത പാട് ദൈവത്തിനറിയാം. കാര്യം അവന് പകുതി വെച്ച് തന്നെ അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതാണ്ട് ഇതും അലമാരയുടെ നമ്മുടെ സൈഡിൽ വരുന്ന ഒരു ഉറയാണ്. ഇതിൻ്റെ മുകളിലും ഒരു സ്പേസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇവൻ്റെ കുറച്ച് ടോയ്സും പ്ലാസ്റ്റിക് ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അവൻ്റെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പം നമ്മളങ്ങനെ നോക്കാറില്ല. വഞ്ചി നിറഞ്ഞിരിക്കുന്നത്, അത് മാറ്റിയിട്ട് വേറൊരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ അതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലും നമുക്ക് മറ്റേ സൈഡിലെ കണക്കൊരു ചെറിയ ഉറ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ പൗഡറ്, ചീപ്പ് അങ്ങനെയുള്ള സാധനമൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ഓക്കെ, ബൈ, സീ യു.